ജബ്ബാറേ, ഇത് ഏത് കുറ്റിക്കാട്ടിലാണ് വീട്? അതാ വീട്. രാവിലെ ഇറങ്ങിയതാ, ഉച്ചേ. ഇത് ഏത് കുറ്റിക്കാട്ടിലാണ്? എനിക്കിനി നടക്കാനൊന്നും വയ്യ. നമുക്കിവിടെ കുറച്ചേരം ഇരിക്കാം. അത് പറ്റില്ല, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം. എന്താ? നമുക്ക് എല്ലാം അടിച്ചുപോരി നിക്കാനുള്ളതല്ല അവിടെ. ശരി. സ്ഥലമൊന്നും കുഴപ്പമില്ല, പക്ഷെ വീടാണ് പ്രശ്നം. എനിക്ക് വീട് കണ്ടിട്ട് സത്യമായിട്ടും പ്രേതങ്ങളെ മാതിരിയാണ് തോന്നണേ. നീ അന്ധവിശ്വാസം പറയാതെടാ റഷീദേ. ജബ്ബാറ, അങ്ങനെയല്ല. മുതലാളി എന്താ പറഞ്ഞേ? അതൊക്കെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കണേന്നല്ലേ. പിന്നെന്താ അവിടെ ഇങ്ങനെ ഒരു ഇത് അനക്കെന്നെ തോന്നണില്ല? എനിക്കൊന്നും തോന്നണില്ല. ശരി. സ്ഥലമൊന്നും കുഴപ്പമില്ല, പക്ഷെ പണ്ടത്തെ വീടല്ലേ. 10,000 രൂപയ്ക്ക് ഇതൊക്കെയല്ലേ കിട്ടുള്ളൂ. വാടകക്ക് എടുക്കുകയാണെങ്കിൽ 5,000 റുപ്യ എന്നാ പറഞ്ഞീനെ. അപ്പൊ ഞാൻ ഈ വീട് അങ്ങ് വാങ്ങി. ഇതല്ലേ ലാഭം. അത് ശരിയാ. നമുക്ക് തട്ടിക്കൊട്ടിയൊന്ന് വൃത്തിയാക്കാം. കുഴപ്പമില്ലല്ലേ? എങ്കിൽ ഞാൻ വീട്ടിൽ ഒന്ന് കേറി നോക്കട്ടെ. ശരി. എന്നാലും ഞാൻ അവിടെ എന്തോ കണ്ടല്ലോ. എന്തോ കണ്ടു, നോക്കട്ടെ. പ്രേതം വല്ലതും ആണോ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ജബ്ബാറിന് പറഞ്ഞാൽ മനസ്സിലാവൂല. മേ കൊഴപ്പൊന്നുമില്ല. കൊറേ വൃത്തിയാക്കാനുണ്ട്. വൃത്തിയാക്കാൻ കൊറേ നേരം എടുക്കും തോന്നണ്. ഇവിടെ എന്താ കൊറേ മാറാലൊക്കെ ഉണ്ട്. അപ്പൊ മാറാല ചൂലൊക്കെ കൊണ്ടുവരേണ്ടി വരും. ഒരു കയറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഒരു കസാര നിലത്തുണ്ട്. എന്തായാലും ഞാൻ വാതിൽ തുറക്കാം. അല്ലേ വേണ്ട, അവനും കൂടി വിളിക്കാം. ഞാനിപ്പോ പറഞ്ഞവർക്ക് എന്തേലൊക്കെ ഉണ്ടെങ്കിലോ. എടാ റഷീദേ, നീ എവിടെ പോയി? ഈ റഷീദ് എവിടെ പോയേക്കാവോ? ഇവനെ കൊണ്ട്. നീ ഇവിടെ ഇരിക്കാണോ? നമുക്ക് വീട്ടിന്റെ അകത്തേക്ക് കയറാം. ശരി. എടാ റഷീദേ, ഇവിടെ ആരോ തൊട്ടിലുകാരൊക്കെ കിട്ടിയെന്ന് തോന്നണ്. ഇവരെ ഫാമിലിക്ക് ചെറിയ കുട്ടികളുണ്ട് തോന്നണ്. എടാ, ഇത് അതെല്ലാം കസേര മറിഞ്ഞ് നടക്കണ വട്ടത്തിൽ കയറ്, വലിക്കാനുള്ള കയറ്, ഇതാണ്ട് കത്തിയൊക്കെ ഇരിക്കണ്ടാ. ഇതാര് തൂങ്ങി മരിച്ചതാന്ന് തോന്നണ്. നീ ഒരു അന്ധവിശ്വാസം പറയാതടാ റഷീദേ. എന്നാ പിന്നെ വീട്ടിൽ കയറ്. കയറാ. വാതിൽ തുറക്കട്ടെ. ഇതെന്താ മൊത്തം വവ്വാലി? ലൈറ്റൊക്കെ ഒന്ന് ഇട്ടോക്കട്ടെ. കുറെ ലൈറ്റ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ഇതേ സ്വിച്ച്. എന്താ കത്താത്തെ? അപ്പുറത്തത് അതുമില്ലേ? എല്ലാം ഇട്ടോക്കാം. ഒന്നും കത്തണില്ലല്ലോ എല്ലാറ്റിനും. ജബ്ബാറേ, ഒന്നും കത്തണില്ലടാ. ജബ്ബാറേ പെട്ടെന്ന് ജബ്ബാറേ. എടാ, ഈ ലൈറ്റ് ഇത്രയും നേരം ഇട്ടിട്ടും കത്തിയില്ല. ഇപ്പൊ എന്താ മിന്നിക്കൊണ്ട് നിന്ന്. നീ വന്നപ്പോഴത്തേക്കും ലൈറ്റ് അങ്ങ് നിന്ന്. ഞാനൊന്നും കാണില്ല. നിനക്കെന്താ? എനിക്കൊന്നും പ്രേതം. നമുക്ക് നമ്മളെ വീട്ടിൽ പോയാലോ? എടാ, നമ്മളൊരു ദിവസം നിന്നിട്ട് പോവാ. ഇവിടുത്തെ കണ്ടീഷൻ കാണട്ടെ. എന്നാ നിക്ക. എന്നിട്ട് പാഠം പഠിച്ചിട്ട് നീ ഇങ്ങോട്ട് വീട്ടിൽ പോവുള്ളൂ. നമുക്കിവിടെ കൊന്ത ക്ലീൻ ആക്കാം. നീ പോയി ബാഗ് എടുത്തു പോവാ. ഞാൻ ചൂലെടുത്തിട്ട് ഇപ്പൊ വരാം. ഈ റൂമിൽ കയറിയൊക്കെ ഇവിടേക്കാരൻ ചൂല് വെക്കാൻ സാധ്യത കൂടുതൽ. എവിടെയാണ് ഈ ചൂല്? ഇതാക്കണോടെ ഇരിക്കണ്. എടാ റഷീദേ, പെട്ടെന്ന് വാ, ബാഗ് എടുത്ത്. ദാ വരണ്ടാ, എടുക്കട്ടെ. ഞാനും വൃത്തിയാക്ക. എങ്കിൽ ശരി. എടാ ജബ്ബാറേ, എന്താ?
നമുക്ക് ഇവിടെയുള്ള റൂമൊക്കെ എത്ര ഉണ്ടെന്ന് ഇവിടെ മൊത്തം 3 റൂമുണ്ട്. അന്നാ നമുക്ക് നോക്കാവാ. ബാ, ആദ്യം നമുക്ക് ഈ റൂമിൽ തന്നെ കയറാം. ഈ റൂം അത്ര കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, നല്ല റൂമാ. ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ആ കുഴപ്പമില്ല. നല്ല സാധനങ്ങളൊക്കെ ഒതുക്കിയത്, കട്ടിലൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഇന്ന് ഇവിടെ രാത്രി ഇന്ന് കിടക്കാം, ഇവിടെ കിടക്കാം. ആ ശരി ശരി. ഉം. ക്ലോക്ക് ഒക്കെ ഉണ്ട്. ക്ലോക്ക് ഉണ്ട്, ഫാൻ ഉണ്ട്. ആ അടുത്ത റൂമിൽ കയറാം. അടുത്ത റൂമിൽ കയറാവോ? ബാ. ഈ റൂമിലും കുഴപ്പമില്ല. ഈ റൂമിൽ ഫാൻ ഉണ്ട്, അലമാരുണ്ട്. അലമാരുണ്ടല്ലോ, നമുക്ക് ഈ അലമാര ആ റൂമിൽ കൊണ്ടുവെക്കാം. ഇത് പഴയ വീടല്ലേ, എല്ലാം പൊട്ടിപ്പോളി. നമുക്ക് സിമന്റ് ഒക്കെ വെച്ച് പൂശണം കേട്ടോ. ശരി. അപ്പൊ പൈസ സെറ്റ് ആക്കേണ്ടി വരും. പൈസയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അലമാരയൊക്കെ മാറ്റണം കേട്ടോ. അങ്ങോട്ട് നല്ല അലമാര ഇപ്പൊ ഒന്ന് പൂശ. നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി നോക്കാം. എന്നാ ബാ. ഇനി 3ാമത്തെ റൂം ഇതാണ്. ഇതെന്താ പ്രേതക്കൂടോ? ലൈറ്റ് പോലും ഇല്ല, ഒന്നും കത്തല്ല. സ്വിച്ചൊക്കെ ഉണ്ടായിട്ട് ഫാന് ഉണ്ട്, ഒന്നും കത്തല്ല. ഈ റൂം വേണ്ടട്ടോ. ഈ റൂമിൽ നമുക്ക് സാധനമൊക്കെ, പഴയ സാധനമൊക്കെ ഇതിനുള്ളിൽ ഇട്ടാ മതി. ശരി ശരി. റബ്ബർ ടാപ്പിങ്ങിന് പോണ ആൾക്കാരെ പെരേണെന്ന് തോന്നുന്നു. ഇതാക്കണോ ഡ്രമ്മൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ ഓട്ട അടച്ചാൽ നമുക്ക് വെള്ളമൊക്കെ പിടിക്കുക. ശരി ശരി. പക്ഷെ നമുക്ക് ഈ റൂം ഉപയോഗിച്ചാ വേണ്ടട്ടോ. വാ, നമുക്ക് അടുക്കളയ്ക്ക് പോവാ. അവിടെ ലൈറ്റ് ഇട്ടതാണല്ലോ. നീ ഓഫ് ആക്കിയതേക്കാരം. ഞാൻ ഓഫ് ആക്കിയിട്ടില്ല. ദാണ്ട സ്വിച്ച് ഇട്ടിരിക്കണല്ലോ. എങ്കിൽ വല്ല ലൈറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. നമുക്ക് അടുക്കളയ്ക്ക് പോവാ. ശരി ശരി. ബാ. അടുക്കളയിൽ നല്ല സ്ഥലം ഉണ്ടെന്ന് തോന്നണല്ലേ. അതെ. ലൈറ്റ് എവിടെ? ലൈറ്റ് ഇട്ടാ സ്വിച്ച് ബോർഡ് വെക്കട്ടെ. ലൈറ്റിന് അതവിടെ പിന്നെ അവിടെ ഉണ്ടല്ലോ. നോക്കട്ടെ. വിറകടുപ്പൊക്കെ ഉണ്ട്. കൊഴപ്പല്ല കേട്ടോ. ഗ്യാസ് ഇല്ലെങ്കിലും ഗ്യാസ് വാങ്ങണം. പൈപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇടിഞ്ഞു കിടക്കാം. നമുക്ക് എല്ലാം പൂശണം കേട്ടോ. പൈസ സെറ്റ് ചെയ്തിട്ട് സെറ്റിലാവണം. എന്നിട്ട് പൈസ റെഡിയാക്കണം. എന്താ പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ. കൊറേ ഐറ്റംസ് ഉണ്ട്. പാട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും വാങ്ങണ്ട നമുക്ക്. ഇപ്പൊ എന്തെങ്കിലും സൗണ്ട് കേട്ടോ? ഇല്ല, എനക്ക് തോന്നിയതേക്കാരം. അപ്പൊ എനിക്ക് തോന്നി. ഇപ്പോഴോ? തോന്നിയേക്കാരം. ശരി ശരി. ഹലോ ജബ്ബാറേ.